ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നുണ്ടോ? ഞങ്ങൾ എല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ട്രിപ്പാണ്. ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവശ്യത്തിന് വേണ്ടിയുള്ളത്. നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോവാണ്. എയർപോർട്ടിൽ നമ്മൾ ചേട്ടനെ പിക്കാൻ വേണ്ടി പോവാണ്. ചേട്ടൻ വരുന്നുണ്ട്. പക്ഷെ നമ്മളത് കാറിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അല്ലിമോൾക്ക് അറിയത്തില്ല ചേട്ടൻ വരുന്നെന്ന്. ഉണ്ണിമാമൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത് എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മളെക്കാൾ കുറച്ച് ബുദ്ധി കൂടുതലുള്ള ജനറേഷൻ ആണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നതെല്ലാം ഇങ്ങനെ പിടിച്ചെടുത്ത് എന്തെങ്കിലും ഒരു സാധനം വായിന്ന് വീഴുകയാണെന്നുണ്ടെങ്കിൽ അതെന്താ അങ്ങനെ പറഞ്ഞേ, അപ്പൊ അച്ഛൻ ആണോ അതോ ഉണ്ണിമാമൻ അല്ലേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഇതൊക്കെയാണ്. അവർക്ക് ഏകദേശമൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു വമ്പൻ അഭിനയം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും അതിങ്ങനെ മുമ്പോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ ഒരു സമയത്തുള്ള അവളുടെ ഒരു സന്തോഷം കാണാമെന്ന് വിചാരിച്ചാണ് നമ്മൾ പറയാണ്ട് കൊണ്ടുപോകുന്നത്. അപ്പം വഴിയിൽ നമ്മൾ ഇറങ്ങിയപ്പോൾ തൊട്ടേ നല്ല മഴയായിരുന്നു. ഒരുപാടങ്ങ് വെള്ളം കയറിയിട്ടൊന്നുമില്ല, എങ്കിലും അത്യാവശ്യം നല്ല മഴയായിരുന്നു. പോകുന്ന വഴിക്കെല്ലാം നല്ല മഴയായിരുന്നു. ഫ്ലൈറ്റ് ശരിക്കും രാവിലെ ആയിരുന്നു ചേട്ടൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 11:30 സമയത്ത് പുറത്തിറങ്ങാൻ തക്കവണ്ണമുള്ള ഫ്ലൈറ്റ് ആയിരുന്നു ചേട്ടൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫ്ലൈറ്റ് നമ്മളെ ചതിച്ചു. അത് ഈവനിങ്ങിലേക്കായി. വൈകിട്ട് ഒരു 6:30 6:45 ആകുമ്പോഴേ ചേട്ടൻ വരത്തുള്ളൂ എന്ന് പിന്നെ നമ്മളെ വിളിച്ച് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഇറങ്ങിയത്. അപ്പോൾ രാവിലെ ആയിരുന്നെങ്കിൽ കുറച്ച് നമുക്കൊരു ടൈമൊക്കെ കിട്ടിയേനെ. പക്ഷേ ഇതിപ്പം ഉച്ചയാകുമ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങി. പക്ഷെ നല്ല മഴയായതുകൊണ്ടും അത്യാവശ്യം സാറ്റർഡേ ഈവനിങ് ആയതുകൊണ്ട് നല്ല റഷായിരിക്കും. ടൗൺ ഏരിയ ആയതുകൊണ്ടും ട്രിവാൻഡ്രം ആയതുകൊണ്ടും നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി. പിന്നെ ഞാൻ വരുന്നതിന് 1 മണിക്കൂർ മുമ്പ് നിങ്ങളവിടെ ഹാജരായിരിക്കണം എന്ന് ചേട്ടൻ്റെ നിബന്ധന ഉള്ളത് കൊണ്ട് നമ്മളത് കേട്ട് നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓൺ ദ വേ നമ്മൾ ജഡായുപ്പാറയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞാനിതൊക്കെ ദൂരേന്ന് കണ്ടിട്ടേ ഉള്ളൂ കേട്ടോ, അടുത്ത് പോയി കണ്ടിട്ടില്ല. ശിവശേട്ടനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ കാണണം എന്നൊക്കെ അവർ പറയുന്നത്. അവൾക്ക് മേളിൽ നല്ല കാറ്റാണെന്നൊക്കെ ശിവശേട്ടൻ പറഞ്ഞു. പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ പോകുന്ന വഴി കുഞ്ഞുങ്ങൾ നല്ല ഉറക്കമായിരുന്നുകൊണ്ട് അവർ ഉണർന്നപ്പോഴത്തേക്കും ജസ്റ്റ് എന്തെങ്കിലും സ്നാക്സ് വാങ്ങിച്ചു കൊടുക്കാം, ജസ്റ്റ് ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ആംബിയൻസ് ഉള്ളൊരു കടയായിരുന്നു കേട്ടോ. നല്ല അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് എങ്കിൽ പോലും നല്ലൊരു ആംബിയൻസ്, നല്ല ഒരു എഫക്റ്റ്. ആ ഒരു മഴയും ആ ഒരു തണുപ്പൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടുന്ന് കോഫി കുടിക്കാൻ നല്ല ഇതായിരുന്നു. അങ്ങനെ അവർക്ക് അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മൾ പെതുക്കെ ഇങ്ങനെ തിരിച്ചു കയറി. കാരണം നമ്മൾ ഒരുപാട് ലേറ്റ് ആവാതെ നമുക്കങ്ങ് ചെല്ലണമല്ലോ. 6:30 6:45 ആകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ചെല്ലണം. തിരിച്ച് ഇറങ്ങിയപ്പോഴും മഴയ്ക്ക് വലിയ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു. പക്ഷേ ഭയങ്കരമായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റാത്തക്കോണമുള്ള മഴയൊന്നുമില്ല. പക്ഷേ എങ്കിലും മഴയുണ്ടായിരുന്നു. ടൗൺ ഏരിയയിലോട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ ജാനിക്കുട്ടി അങ്ങ് ബാക്കിലോട്ടാക്കിയായിരുന്നു കേട്ടോ. നല്ല റഷുള്ള ഏരിയ ആയതുകൊണ്ട് ക്യാമറയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പെതുക്കെ അവളങ്ങ് ബാക്കിലാക്കി. പക്ഷേ അവൾ അല്ലിക്കുട്ടി ഉണ്ടായതുകൊണ്ട് അവൾക്ക് നല്ല ഇഷ്ടമായിരുന്നു ബാക്കിലിരിക്കാൻ. അവരുടെ കളിയും ചിരിയൊക്കെ ഉണ്ടാണ്ട് നമുക്കും വണ്ടിക്കകത്ത് മറ്റേ ബോറിംഗ് ഒന്നും ഇല്ലായിരുന്നു. അവർ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ പുള്ളിക്കാർ നേരെ ഈ ഫ്രണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, അമ്മയെടുത്തിരിക്കണം എന്നും പറഞ്ഞ്. പിന്നെ കുറേ നേരം ഞങ്ങൾ ഫ്രണ്ടിലിരുന്ന് കളിക്കുക വർത്താനം പറയുകയൊക്കെ ചെയ്തു. ഈ സമയത്ത് ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. കാരണം ടൗൺ ഏരിയയിലോട്ട് എത്തുമ്പോഴത്തേക്ക് എവിടെ നിന്നാണ് നമുക്ക് വഴി തെറ്റുന്നതെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. കാരണം ഒരു തവണ ഞങ്ങൾ പോയപ്പം അങ്ങനെ റൂട്ട് മാറി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് വരാൻ വേണ്ടി ഒരു ഫുൾ റൗണ്ട് കറങ്ങണം. അതുകൊണ്ട് നമ്മൾ റൂട്ട് മാപ്പൊക്കെ ഇട്ടിട്ടാണ് പൊക്കോണ്ടിരുന്നത്. ചേട്ടൻ അവിടെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അവിടെ എത്തണം എന്നുള്ള ഒറ്റ മൈൻഡിലാണ് നമ്മൾ ഈ പൊക്കോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്ക് എങ്ങും ബ്ലോക്ക് ആവരുത് എന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ പൊക്കോണ്ടിരുന്നത്. അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേട്ടനെ വിളിക്കാനും കൊണ്ടുവിടാനൊക്കെ പോകുന്നതുകൊണ്ട് ഏകദേശം ഒരു റൂട്ടൊക്കെ അറിയാം. കറക്റ്റ് അറിയത്തില്ലെങ്കിൽ ഏകദേശം ഒരു റൂട്ടൊക്കെ അറിയാം. അതിനിടയ്ക്ക് വെച്ച് നമ്മൾ മെയിൻ ബ്ലോക്ക് ഭയങ്കരമായിട്ട് കിടന്ന സമയത്തും ഗൂഗിൾ മാപ്പ് നമ്മളെ ഏതോ ഒരു വഴി കൂടെ അങ്ങ് അതിൻ്റെ ഫ്രണ്ടിലെത്തിച്ചു. അപ്പോൾ മറ്റേ ട്രാഫിക് സിനിമയിൽ പറയുന്ന പോലെ ഇപ്പോൾ നമ്മൾ 800 മീറ്റർ ഫ്രണ്ടിലാണ് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോയത്. കാരണം അത്രയും ബ്ലോക്കിൽ പെടാതെ നമ്മൾ എങ്ങനെയോ ഫ്രണ്ടിലെത്തി. അതുകൊണ്ട് ഗൂഗിൾ മാപ്പ് കൊണ്ട് അങ്ങനെയും ഗുണമുണ്ട്. ചിലപ്പോൾ കുഴി കൊണ്ട് ചാടിക്കും, എന്നാലും ഗൂഗിൾ മാപ്പ് കൊണ്ട് അങ്ങനെയും ഗുണമുണ്ട്. പിന്നെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിനെ കുറിച്ച്, എന്തോ നീ ഈ വീഡിയോ എടുക്കുന്നത്, നീ എങ്ങനെ ഇതൊക്കെ എഡിറ്റ് ചെയ്യുന്നതെന്നൊക്കെ അവൾ ചോദിക്കുകയാണ്. അങ്ങനെ ഏകദേശം ഒരു 6:30 ആയപ്പോഴത്തേക്കും നമ്മൾ എയർപോർട്ടിലെത്തി കേട്ടോ. അതിൻ്റെ സന്തോഷമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിലേ പോയാലേ നമ്മൾ എത്തുന്നത്, അതിലേ പോയാലേ എത്തുന്നതെന്ന് പറഞ്ഞ് കുറേയൊക്കെ ചൂണ്ടി കാണിക്കുന്നുണ്ട് അവൾ. ശരിക്കും നമ്മൾ എപ്പോഴും നമ്മൾ റാൻഡായിട്ട് വരുന്നില്ലല്ലോ, അതുകൊണ്ട് നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അകത്ത് കയറി കഴിഞ്ഞപ്പോഴും. പക്ഷേ കുഴപ്പമില്ല, ചെന്ന് നമുക്ക് പാർക്ക് ചെയ്യാനൊക്കെ നല്ല സ്പേസ് ഒക്കെ കിട്ടി. അങ്ങനെ പാർക്ക് ചെയ്തു. അപ്പോഴും നല്ല മഴയായിരുന്നു. ഇത്രയും യാത്രയൊന്നും ചെയ്തതിൻ്റെ ഒരു ക്ഷീണവും 2 പേർക്കും ഉണ്ടായിരുന്നില്ല. കാരണം അവർ സുഖമായിട്ട് വണ്ടി കിടന്ന് ഉറങ്ങിയല്ലോ. പിന്നെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു, നല്ല ചൂടൊന്നും ഇല്ലാതെ നല്ല അറ്റ്മോസ്ഫിയറൊക്കെ ആയിരുന്നുകൊണ്ട് അവർ രണ്ടുപേരും നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ നമ്മൾ ലേറ്റാവാതെ അങ്ങ്
പതുക്കെ എയർപോർട്ടിനുള്ളിലോട്ടങ്ങ് പോയി. അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ ആ നഗ്ന സത്യം മനസ്സിലാക്കുന്നത്. ചേട്ടൻ്റെ ഫ്ലൈറ്റ് വീണ്ടും ഡിലേ ആണ്. അതായത് ഏകദേശം ഒരു 6:45 ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യും എന്നിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അത് പിന്നെയും ലേറ്റാണ് എന്ന് നമ്മൾ എഴുതി കാണിക്കുന്നത് കണ്ടത്. പക്ഷേ അപ്പോഴും നമ്മുടെ വിചാരം ഒരു 15 മിനിറ്റ് ലേറ്റ് ആയിരിക്കാം എന്ന്. പക്ഷേ ശരിക്കും ആ സ്ക്രീനിലോട്ട് നോക്കിയപ്പോഴാണ് 18:45 വരേണ്ട ഫ്ലൈറ്റ് 20:05 വരുള്ളൂ എന്നുള്ളത്. അതായത് നമ്മളൊരു 6:30 ആയപ്പോൾ അവിടെ എത്തി. ഏകദേശം 8:05 ആകുമ്പോഴേക്കേ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യത്തുള്ളൂ. അപ്പോഴാണ് നെഞ്ചൊരു ഇടുത്തി കിട്ടിയത്. കാരണം നമ്മൾ കുഞ്ഞുങ്ങൾ അത്രയും സമയം ഇരിക്കുമോ, കാരണം അവർ ഉടക്കിക്കഴിഞ്ഞാൽ പിന്നെ എന്തോ ചെയ്യും അങ്ങനെ. കാരണം ഇതിനകത്തുനിന്ന് വെള്ളോട്ട് ഇറങ്ങാനും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എന്തോ ചെയ്യുന്നൊരു ഭയങ്കര ഇതായിപ്പോയി. കാരണം 1 മണിക്കൂർ ഏകദേശം നമ്മളവിടെ വെയിറ്റ് ചെയ്യണം. 1 മണിക്കൂറല്ല, അതിൽ കൂടുതൽ നമ്മളവിടെ വെയിറ്റ് ചെയ്യണം. 8:05 ഫ്ലൈറ്റ് വന്നാലും ചേട്ടൻ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഒരു അരമണിക്കൂർ കൂടെ എടുക്കുമല്ലോ. പക്ഷേ നമ്മൾ ഏകദേശം ഇങ്ങനെ കാത്തുനിന്ന് മുഷിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യ സമയത്തൊക്കെ കുഞ്ഞുങ്ങൾ നല്ല ഹാപ്പി ആയിരുന്നു, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും കാത്തുനിന്ന് മുഷിഞ്ഞ് അല്ലിയൊക്കെ കരച്ചിൽ തുടങ്ങിയിരുന്നു. പക്ഷേ അവസാനം ഫൈനലി ചേട്ടൻ വന്നു. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അല്ലിമോള് പൊടിച്ച് കെട്ടിപ്പിടിച്ചു. ആ എക്സൈറ്റ്മെൻറ്റിൽ എനിക്ക് ബാക്കി അല്ലാത്ത വീഡിയോസൊന്നും എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല, കാരണം ഫോണിൽ ചാർജും ഉണ്ടായിരുന്നില്ല. ജാനിക്കുട്ടി പറഞ്ഞ പോലെ ഭയങ്കര ഇതിലൊക്കെ ഇരിക്കുമായിരുന്നു. വലിയച്ഛൻ വരുമ്പോൾ ഞാൻ ഉമ്മ കൊടുക്കും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. പക്ഷേ അപ്പോൾ അതുപോലെ കണ്ടപ്പോൾ നല്ല ഫുൾ കരച്ചിലായിരുന്നു. മുട്ടായൊക്കെ കൊടുത്തെങ്കിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റിയില്ല, നല്ല കരച്ചിലായിരുന്നു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ലുലുവിലോട്ട് പോയി. ലുലുവിൽ അത്യാവശ്യം കുറച്ച് പർച്ചേസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അല്ലിക്കുട്ടിയെ ജാനിയും കുറച്ച് ഫണ്ടൂറിലൊക്കെ ഒന്ന് കയറ്റി ഒന്ന് കളിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ നേരെ ലുലുവിലോട്ട് പോയി. അത്യാവശ്യം അത്രയും രാത്രിയായിട്ടും നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു 9:30 9:45 സമയത്താണ് അവിടെ എത്തിയത്. എന്നിട്ടും നല്ല തിരക്കായിരുന്നു. പ്രത്യേകിച്ച് സാറ്റർഡേ നൈറ്റും കൂടെ ആയതുകൊണ്ടായിരിക്കാം മാളിനകത്തും പാർക്കിങ്ങിനും എല്ലാം നല്ല റഷായിരുന്നു. നമ്മൾ പിന്നെ കയറി ചെന്നു. ഞാനും വിഷ്ണുവേട്ടനും കൂടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് നേരെ ഫണ്ടൂരയിലോട്ട് പോയി. ആ സമയത്ത് അവർ ജസ്റ്റ് പർച്ചേസിന് വേണ്ടിയിട്ട് വേറെ പോയി. ശരിക്കും ജാനിക്കുട്ടിക്ക് ഇതൊക്കെ പേടിയായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ അവൾക്ക് വേണ്ടി മാത്രമേ അല്ലിക്കുട്ടിക്ക് വേണ്ടി മാത്രമേ നമ്മൾ കാർഡ് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ചേട്ടൻ. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും ആദ്യത്തെ 1-2 എണ്ണത്തിനകത്തൊന്നും മടിച്ചെങ്കിലും പിന്നെ കാറൊക്കെ കണ്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരിയും ആക്റ്റീവായി. എങ്ങനെങ്കിലും കയറണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു. അവസാനം രണ്ടാമതും പോയി കാർഡ് ചാർജ് ചെയ്തിട്ട് വന്ന് കയറ്റുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുഞ്ഞുങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ നല്ലൊരു സ്പേസാണ് കേട്ടോ. കുറേയൊക്കെ നല്ല നമ്മുടെ എമൗണ്ട് പോണതറിയില്ല എങ്കിലും കുഞ്ഞുങ്ങളെ എൻ്റർടൈൻ ചെയ്യിച്ചിരുത്താൻ വേണ്ടിയിട്ട് നല്ലൊരു സുഖമാണ്. അത്യാവശ്യം നമുക്കും കളിക്കാം. വിഷേട്ടനൊക്കെ ഞാനിവിടെ കളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും കളിയും ബഹളമൊക്കെ ആയിട്ട് നിന്നതുകൊണ്ട് കുഞ്ഞുങ്ങളും വിശപ്പറിഞ്ഞില്ല, നമ്മളും വിശപ്പറിഞ്ഞില്ല. പക്ഷേ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും വിശന്നു തുടങ്ങി. കറക്റ്റ് നമ്മളവിടെ ചെന്നപ്പോഴേക്കും ഫുഡ് കോർട്ടിലെ എല്ലാ ഷോപ്പും അടച്ചിട്ടുണ്ടായിരുന്നു. അവർ എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ മോളിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. എന്നിട്ട് വഴിയിൽ ഏതെങ്കിലും കാണുന്ന കടയിൽ കയറാമെന്ന് വിചാരിച്ചു. നമ്മൾ വന്നു, ഫുഡ് കഴിച്ചു. അവിടെയും ഏകദേശം ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മളായിരുന്നു ലാസ്റ്റ് കസ്റ്റമേഴ്സ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഒരു 1.5 മണിക്കൂർ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. പക്ഷേ ആ 1.5 മണിക്കൂറും എൻ്റെ ദൈവമേ, വണ്ടിയിലിട്ട പാട്ടൊന്നും കേൾക്കാൻ പറ്റില്ല, അമ്മാതിരി ചിരിയും ബഹളവും തന്നെയായിരുന്നു. അങ്ങനെ നല്ല അടിപൊളിയൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ ചേട്ടനെയൊക്കെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ടാറ്റ ബൈ, സീ യു.